നമ്മൾ പൂജപ്പുരയിലേക്ക് പോവുകയാണ്. നവരാത്രി ആഘോഷങ്ങളുടെ നിറവിലാണ് തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി മണ്ഡപം. ക്ഷേത്ര ദർശനത്തിനും വിവിധ കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനുമായി നിരവധി പേരാണ് മണ്ഡപത്തിലേക്ക് എത്തുന്നത്. അവിടെ നിന്നും രശ്മി കാർത്തിക കൂടി ചേരുന്നുണ്ട്. രശ്മി, വാഗ്ദേവതയുടെ മണ്ണിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുകയാണ് ഇന്നലെ മുതൽ തന്നെ. ഇനിയുള്ള ദിനങ്ങൾ അതിമനോഹരമായി അവിടെ കലാ ആസ്വാദനവും മറ്റു ഒക്കെ തന്നെ അരങ്ങേറുന്നുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം? രജനി, വലിയ ഭക്തജന ഒഴുക്ക് ഈ പൂജപ്പുര നവരാത്രി മണ്ഡപത്തിലേക്ക്, പൂജപ്പുര മണ്ഡപത്തിലേക്ക് ഉണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇവിടുത്തെ ഓരോ കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനും അതോടൊപ്പം തന്നെ ദേവീ ദർശനത്തിനും വേണ്ടി നിരവധി പേരാണ് എത്തുന്നത്. മാത്രമല്ല, ഇവിടുത്തെ ദീപാലങ്കാരം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആഘോഷങ്ങളുടെ നിറവിലാണ് ഈ പൂജപ്പുര സരസ്വതി മണ്ഡപം. 9 നാൾ നീണ്ടു നിൽക്കുന്ന വളരെ വിപുലമായിട്ടുള്ള പരിപാടികളാണ് ഈ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ. തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല, മറ്റ് പല ഇടങ്ങളിൽ നിന്നും നിരവധി പേർ ഈ ഒരു ക്ഷേത്രത്തിലേക്ക്, മണ്ഡപത്തിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്വാതി തിരുനാൾ സരസ്വതി മണ്ഡപത്തിൽ ഇപ്പോൾ നിലവിൽ കച്ചേരി ഉൾപ്പെടെ നടക്കുന്നുണ്ട്. അത് ശ്രവിക്കുന്നതിന് വേണ്ടിയും നിരവധി ഭക്തർ എത്തുന്നുണ്ട്. ഓരോ കലാപരിപാടികൾ, അത് സംഗീതമാണെങ്കിലും നൃത്തമാണെങ്കിലും എല്ലാത്തിനും വളരെ രാവിലെ മുതൽ രാത്രി വരെയൊക്കെ തന്നെ വിവിധ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറുന്നത്. സരസ്വതി ദേവി ക്ഷേത്രം ജനകീയ സമിതിയാണ് ഇതിന്റെ സംഘാടകർ. ഇവിടുത്തെ പരിപാടികളെ കുറിച്ച് നമുക്ക് അവരുടെ സംഘാടകരോട് തന്നെ ചോദിക്കാം. എന്തൊക്കെ പരിപാടികളാണ് ഈ നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നത്? നമ്മുടെ ഏറ്റവും വലിയ പരിപാടി ഇന്നലെ കഴിഞ്ഞു. കാരണം ഉദ്ഘാടനത്തിൽ നമ്മളൊരു വാണിയമണി പുരസ്കാരം നമ്മുടെ വാനമ്പാടി ജയചിത്രയ്ക്കാണ് കൊടുത്തത്. അത് വലിയൊരു പരിപാടിയായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്യുന്ന പരിപാടി അത് തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞാൽ ഇക്കൊരു 10 ദിവസം അല്ല 15 ദിവസമാണ് ഉത്സവം വരുന്നത്. നിങ്ങളെ കണ്ടറിയില്ല ഇപ്പം കച്ചേരി. കാരണം മൂകാംബിക കഴിഞ്ഞാൽ അടുത്തൊരു കൊച്ചു മൂകാംബിക പറയുന്ന പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ വരുന്ന 13-ാം തീയതി വിദ്യാരംഭം കുറിക്കുന്നത് 1000-ന് മേലെയുള്ള 1000-1500-ന് മേലെയുള്ള കുട്ടികളാണ് അവിടെ വിദ്യാരംഭം കുറിക്കുന്നത്. അതുമാതിരി ഗുരുക്കന്മാർ, ഒരുപാട് ഗുരുക്കന്മാർ, നിരവധി സാംസ്കാരിക സിനി ആർട്ടിസ്റ്റുമാർ, അതുമാതിരി MLA, MP, മന്ത്രിമാർ എല്ലാവരും വരുന്നുണ്ട്. അതുമാതിരി ആ ദിവസം തന്നെ ഘോഷയാത്ര, കാവടി ഘോഷയാത്രയുണ്ട്. 10ഓളം ദിവസം ഇതേമാതിരി കച്ചേരികൾ നടക്കുന്നുണ്ട്. കച്ചേരിയെ പറ്റിയൊക്കെ വേറെ പറഞ്ഞു തരും. അതേമാതിരി രാവിലെ 7 മണിക്ക് തുടങ്ങിയ പരിപാടി ഉച്ചയ്ക്ക് 2 മണി വരെ നൃത്യങ്ങളാണ്. അതിനുശേഷം 2:30 മണിക്ക് ശേഷം 4 മണി വരെ അതേമാതിരി തന്നെ തിരുവാതിര, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. 4 മണിക്ക് ശേഷം കൃത്യമായ പ്രഭാഷണം തുടങ്ങും. 6 മണിക്ക് കച്ചേരി തുടങ്ങും. 8:20 ദേവിയെ എഴുന്നള്ളിച്ച് കനകസഭാ ദർശനം നടത്തും. 9 മണിക്ക് ശേഷം പിന്നെയും അവിടെ 11 മണി വരെ പരിപാടികളാണ്. അപ്പോൾ 11 ദിനരാത്രങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനെ ജനകീയ സമിതിയെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ടെന്ന് പറയുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. കാരണം 3 രാഷ്ട്രീയ പാർട്ടികൾ, ഞാൻ വേറെ ഒരു സംഘടനയാണെങ്കിൽ സെക്രട്ടറി വേറെ സംഘടനയാണ്, ട്രഷറർ വേറെ സംഘടനയാണ്. പക്ഷേ രാഷ്ട്രീയമെല്ലാം പടിക്ക് പുറത്ത്, ഇതിനകത്ത് എല്ലാം ദേവിയുടെ ദാസന്മാരാണ്. ലോകത്തിന് തന്നെ ഒരു മാതൃകയായിട്ടാണ് ജനകീയ സമിതി പോകുന്നത്. വരുന്ന ആളുകളിലും വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളൊരു വലിയൊരു ആഗ്രഹം, നമ്മൾ അടുത്ത് നടത്താൻ പോകുന്നത് നമ്മളൊരു വയോജന കേന്ദ്രം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെ താമസിക്കാനുള്ള വയോജന കേന്ദ്രം, ഡയാലിസിസ് സെന്റർ, ഇതെല്ലാം നമ്മളൊരു സ്ഥലം നോക്കിയിട്ടുണ്ട്. വരും അടുത്ത വർഷം ഈ സമയത്ത്, നിങ്ങളുടെ പറയുന്ന സമയത്ത്, നമ്മളെ വയോജന കേന്ദ്രത്തിന്റെ ഒരു ഉദ്ഘാടനം കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ വന്ന് നിൽക്കുക. നാളത്തെ പ്രധാനപ്പെട്ട പരിപാടികൾ എന്തൊക്കെയാണ് ഇവിടെ? നാളത്തെ പ്രധാന പരിപാടികൾ പറഞ്ഞാൽ ഇതേമാതിരി തന്നെ നൃത്യങ്ങൾ, തിരുവാതിര, ഡാൻസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. രാവിലെ തന്നെ പറഞ്ഞില്ലേ, വിവിധ കലാപരിപാടികളുണ്ട്. നാളെ രാവിലെ 7 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 4 മണി വരെ കലാപരിപാടികൾ നടക്കും. 4 മണിക്ക് ശേഷം പ്രഭാഷണം നടക്കും. അതിനുശേഷം ഇതേമാതിരി കച്ചേരി ഉണ്ടാവും. 6 മണിക്ക് ശേഷം 8:20 ദേവിയെ ഇവിടെ എഴുന്നള്ളിച്ചിട്ട് കനകസഭാ ദർശനം നടത്തും. അതിനുശേഷം 9:20 കൃത്യമായി ദേവി അങ്ങോട്ട് തിരിഞ്ഞു പോവുകയും, പിന്നെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്കൊരു മെസ്സേജാണ് ജനകീയ സമിതി കൊടുക്കുന്നത്. നമ്മൾ 9-ാം തീയതി നടക്കുന്ന ഒരു അന്നദാനമുണ്ട്. അന്നദാനം സാധാരണ ക്ഷേത്ര ഫണ്ടിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ ഇക്കുറി ചെയ്യുന്നത് ജനപങ്കാളിത്തത്തോടുകൂടി പലരുടെ കൈകളിൽ നിന്ന് പല ഉൽപ്പന്നങ്ങൾ മേടിച്ച് ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ അപ്പുറത്ത് നടക്കുന്ന കൊച്ചു കുട്ടികളുണ്ട് സ്കേറ്റിങ്ങിൻ്റെ, അവർ ഒരു 100ഓളം കുട്ടികളുണ്ട്. അവരൊരു കലം നിറയ്ക്കൽ ഒന്ന് പരിപാടി ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരു കൊച്ച് 2 തേങ്ങ വെച്ചിട്ട് 225 തേങ്ങ വേണം. അത് നമുക്ക് 250ഓളം അത് കംപ്ലീറ്റ് ഈ കൊച്ചുങ്ങളെ കൊണ്ടുവരണം. അത് ജനങ്ങൾക്കൊരു മെസ്സേജാണ് ജനകീയ സമിതി കൊടുക്കുന്നത്. കൊച്ചു മനസ്സിൽ അന്നദാനം ഒരു മഹാദാനം, അത് പുണ്യമാണ്. ആ കൊച്ചു മനസ്സുള്ള കുട്ടികൾ വലിയ മുതിർന്നവർക്കൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. അത് ജനകീയ സമിതി അതിനൊരു കളം നാളെ ഒരുക്കി കൊടുക്കുക. അത് നിങ്ങളെ കൂടി ഇതിനകത്ത് ക്ഷണിക്കുക.
നവരാത്രി ആഘോഷത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നവരാത്രി ആഘോഷം മറ്റ് കേരളത്തിലോ ഒരിടത്തുമില്ലാത്ത രീതിയിൽ വ്യത്യസ്തമായ ചിന്താഗതിയുള്ള വ്യത്യസ്ത വീക്ഷണകോണുകൾ പുലർത്തുന്ന ഒരു 3 രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരുമയുടെ പ്രതീകമാണിത്. ബാക്കിയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ സരസ്വതി മണ്ഡപത്തിലെ ഉത്സവം വിജയിപ്പിക്കുവാൻ വേണ്ടി ജനകീയ സമിതിയുടെ ബാനറിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ്. ഈ സരസ്വതി മണ്ഡപ 2.5 പതിറ്റാണ്ട് ആയി ഇവിടെ ഉത്സവം തുടങ്ങിയിട്ട് 250 വർഷമാവാൻ പോകണം. ഇതുവരെ ഇതിൻ്റെ പകിട്ടും നിറവും മേൽക്കുമേൽ മുന്നോട്ട് വന്നിരിക്കുകയാണ്. 14ാമത്തെ ജനകീയ സമിതിയുടെ 14ാമത്തെ വർഷമാണിത് നടക്കുന്നത്. ഓരോ വർഷവും അമ്പലത്തിൻ്റെ വിപുലീകരണത്തിനും ചെറിയൊരു അമ്പലമായിരുന്നു ഞങ്ങൾ വളരെ ഈ കാണുന്ന രീതിയിൽ വിപുലീകരിക്കുകയും പുരോഗമിക്കുകയും ചെയ്തു. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന അമ്പലങ്ങളിൽ ഒന്നായി ഇത് മാറുവാൻ ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനവും ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ എല്ലാ വിഭാഗം ആളുകളും ഈ അമ്പലവുമായി സഹകരിക്കുന്നുണ്ട്. ഇത്തവണത്തെ നമ്മളൊരു പ്രത്യേകത എന്ന് പറയുന്നത് വാണിമണി പുരസ്കാരമാണ്. ആദ്യമായി ഞങ്ങളൊരു പുരസ്കാരം ഏർപ്പെടുത്തി ഏറ്റവും നല്ല സംഗീത രംഗത്ത് ഏറ്റവും പ്രഗത്ഭരായ ആളുകൾക്ക് ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. അത് ലോകമറിയപ്പെടുന്ന KS ചിത്രയ്ക്ക് തന്നെ കൊടുക്കുവാൻ കഴിഞ്ഞത് അമ്പലത്തിനും അമ്പലത്തിലെ ഭാരവാഹികളെ സംബന്ധിച്ച് അഭിമാനകരമായ നിമിഷമാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രഭാഷണ പരമ്പരയാണ്. അലക്സാണ്ടർ ജേക്കബിനെ സാറിനെ പോലെയും രാജു നാരായണ സ്വാമി സാറിനെ പോലെയുമുള്ള കേരളത്തിലെ പ്രഗത്ഭരായ ആളുകൾ ഇവിടെ പ്രഭാഷണം നടത്തുന്നുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. 13-ാം തീയതി എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ സംബന്ധിച്ച് മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വാഹന ഗതാഗതം പോലും നിലയ്ക്കുന്ന രീതിയിലുള്ള ജനപ്രവാഹമായിരിക്കും. ഏകദേശം 10 ലക്ഷം ആളുകൾ ഈ 10 ദിവസ ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ കലാപരിപാടികളിൽ വീക്ഷിക്കുവാനും അന്നത്തെ കുമാരസ്വാമിയുടെ എഴുന്നള്ളത്തും അതിനുശേഷം നടക്കുന്ന കാവടി ഘോഷയാത്രയും രാവിലെ നടക്കുന്ന കൊച്ചുകുട്ടികൾക്ക് വിദ്യാരംഭം കുറിക്കുന്ന ചടങ്ങ് ആയിരക്കണക്കിന് കൊച്ചു കുരുന്നുകളാണ് ഇവിടെ പ്രഗത്ഭരായ അധ്യാപകരുടെ കീഴിൽ നടക്കുന്ന ഈ ആദ്യാക്ഷര കുറിപ്പ്. കലാസന്ധ്യകളിൽ നിറയുക തന്നെയാണ് പൂജപ്പുര മണ്ഡപം. വൻ ഭക്തജനത്തിരക്കാണ് കാണാൻ കഴിയുന്നത്. ഒപ്പം പൂജവയ്പ്പിനും വിദ്യാരംഭത്തിനുമുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായെന്നാണ് ഇപ്പോൾ ഭാരവാഹികൾ ഒന്നടങ്കം പറയുന്നത്.